നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തി നാടെങ്ങും ഓണവും നബിദിനവും ആഘോഷിച്ചു. പ്രതിസന്ധികൾ നീങ്ങി. കണ്ടശാങ്കടവ് ജലോത്സവത്തിന് ചുണ്ടനടക്കം 27 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമണം നടത്തിയ കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. വാർത്തകൾ തുടരുന്നു. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും പങ്കിടലുകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. ഓണവും നബിദിനവും അധ്യാപക ദിനവും ഒന്നിച്ചു വന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. പ്രാദേശിക കൂട്ടായ്മകളും വിവിധ സംഘടനകളും വൈവിധ്യമാർന്ന ഓണാഘോഷം നാടെങ്ങും നടത്തുന്നുണ്ട്. തിരുവോണ നാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവവും ശനിയാഴ്ച നടക്കുന്ന കണ്ടശാങ്കടവ് ജലോത്സവവും നാട്ടിലെ ഓണാഘോഷ ലഹരി അതിന്റെ പാരമ്യത്തിലെത്തിക്കും. കൂടാതെ ഓണക്കളി, കൈകൊട്ടിക്കളി, വീരനാട്യം എന്നിവ വിവിധയിടങ്ങളിൽ ഓണനാളുകളിൽ അരങ്ങേറുന്നുണ്ട്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മഹല്ലുകളിൽ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. പ്രതിസന്ധികൾ നീങ്ങി. കണ്ടശാങ്കടവ് ജലോത്സവത്തിന് ചുണ്ടനടക്കം 27 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായി നടത്തുന്ന കണ്ടശാങ്കടവ് ജലോത്സവത്തിന് ചുണ്ടൻ വള്ളമടക്കം 26 വള്ളങ്ങൾ മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ കണ്ടശാങ്കടവ് ജലോത്സവം സെപ്റ്റംബർ 6-ന് കനോലി കനാലിലെ സൗഹൃദ തീരത്ത് നടക്കും. കനോലി കനാലിൽ 3 ട്രാക്കുകളിലായാണ് മത്സരം നടക്കുക. ഇതിനായി ട്രാക്കുകൾ ഇട്ടുതുടങ്ങി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സമ്മാനദാനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ എന്നിവർ പങ്കെടുക്കും. ജലോത്സവ ദിവസം ഉച്ചയ്ക്ക് 2-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ചുണ്ടൻ വള്ളങ്ങളും ഇരുട്ടുകുത്തി A ഗ്രേഡ് B ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ജലഘോഷയാത്രയിൽ അണിനിരക്കും. നീന്തൽ മത്സരവും ഉണ്ടായിരിക്കും. ജലോത്സവത്തോടനുബന്ധിച്ച് 5-ന് സാംസ്കാരിക സമ്മേളനവും തൃശൂർ കലാസദൻ അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേളയും നടക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ VN സുർജിത്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KV വിനോദൻ എന്നിവർ അറിയിച്ചു. മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനം കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, മദ്രസ ആൻഡ് മീലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ ഉസ്മാൻ സഖാഫി അൽ അർഷദി മഖാം സിയാറത്തിന് നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് അബൂബക്കർ സയദി പതാക ഉയർത്തി. മഹല്ല് പ്രസിഡന്റ് PMA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് പെരുമറ്റം മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ മിലാദ് സന്ദേശം നൽകി. മദ്രസ പ്രസിഡന്റ് PT മുഹമ്മദ് അലി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കാക്കാതിരുത്തി ബദർപള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് സജിർ ഫൈസി മൗലിദ് പാരായണത്തിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള പതാക ഉയർത്തി. സദർ മുഅല്ലിം K ഉമർ സഅദി പ്രാർത്ഥന നിർവഹിച്ചു. നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരന്നു. ചന്ദ്രാപിനി നൂറുൽ ഹുദ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിനാഘോഷത്തിൽ മസ്ജിദ് പ്രസിഡന്റ്
PA ഇബ്രാഹിം കുട്ടി ഹാജി പതാക ഉയർത്തി. മുഹമ്മദ് റാഷിദ് സന്ദേശം നൽകി. ലോകം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ഈ ജന്മദിനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ആഘോഷിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോദും വിസ്മയിക്കും അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോദും വിസ്മയിക്കും ചളിങ്ങാട് സെന്റർ മുനീറുൽ ഇസ്ലാം മഹൽ ജുമാ മസ്ജിദിന്റെയും ഇക്വത്തുൽ ഇസ്ലാം മസ്ജിദിന്റെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. ചലിച്ചില്ല ഈമാനും വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹദെന്ന് കിടത്തിയും പുള്ളുന്ന മരുമണ്ണി ഏറ്റവും കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ. ഓണക്കിറ്റുകളും ഓണപ്പുടവയും ഓണസമ്മാനവും നൽകി ഓണാഘോഷം. സെക്യുലർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകളും ഓണപ്പുടവയും നൽകിയത്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും ഓണസമ്മാനമായി നൽകി. കഴിമ്പ്രം സ്കൂൾ അധ്യാപിക സോണി ഉദ്ഘാടനം നിർവഹിച്ചു. സെക്യുലർ ഫൗണ്ടേഷൻ ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സുമേഷ് പാനാട്ടിൽ, ബിനോയ് ലാൽ, സുജിന്ത് പുല്ലാട്ട്, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, രാകേഷ് UR, അഭിലാഷ് തേവർക്കാട്ടിൽ, ശരത് ഹരിദാസ്, ശ്യാംചന്ദ്രൻ നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. ഭാഗമായി നിങ്ങളുടെ എത്താനായിട്ട് നിങ്ങളുടെ ഈ പ്രണയ കൂട്ടായ്മയിൽ എത്താനായി സാധിച്ചത് എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷകരമായുള്ള കാര്യമാണ്. പലപ്പോഴും ശോഭ സുബിൻ 2001 ബാച്ചിലായിരുന്നു ഞാൻ കഴിമ്പ്രം സ്കൂളിലേക്ക് വരികയും എൻ്റെ വിദ്യാർത്ഥിയായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് 2001-ലാണ്. ഏകദേശം 10-25 വർഷത്തോളമായി കഴിമ്പ്രം സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലെ അധ്യാപികയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ശോഭ സുബിൻ പല തവണയായി പഠിച്ചു പോയെങ്കിലും പല ആവശ്യങ്ങൾക്കും പല സ്നേഹ സംസാരങ്ങൾക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ വിളിക്കാറും ആ ഒരു സ്നേഹം എപ്പോഴും നിലനിർത്താറുണ്ട്. പലപ്പോഴായി പല സഹായങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ സാധിക്കാറുമുണ്ട്. തൃപ്രയാർ ഗസ്റ്റാൾട്ട് അക്കാദമിയിൽ ഓണാഘോഷം നടന്നു. ഗസ്റ്റാൾട്ട് ഓണം എന്ന പേരിൽ നടന്ന ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വേറിട്ടതായി. പുലിക്കളി, ശിങ്കാരിമേളം, കാവടി എന്നിവയുടെ അകമ്പടിയിൽ ഓണാശംസകൾ ആലേഖനം ചെയ്ത വിവിധ നിറങ്ങളിലുള്ള ബലൂണുകളേന്തി കേരളീയ വേഷമണിഞ്ഞെത്തിയ 500ഓളം വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും അണിനിരന്ന ഘോഷയാത്രയോടുകൂടിയാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ CS രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനവും പറഞ്ഞു കൊടുത്ത് ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ വ്യത്യസ്തമായ മേഖലകളിൽ വളരെ മികച്ച നിലവാരമുള്ള ജോലികൾ ചെയ്ത് ഇപ്പോഴും ഗസ്റ്റാൾട്ടിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രകാശനും ഹരീഷും തുറന്നിട്ട വഴികളിലൂടെ പിന്നീട് വന്ന സഹപ്രവർത്തകരും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികളുമൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുമൊക്കെ എന്തായാലും മികച്ച മാതൃക തന്നെയാണ്.
വാടാനപ്പള്ളി SHO ഷൈജു NB, നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും NSS കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷ് എന്നിവർ മുഖ്യാതിഥികളായി. അധ്യാപകനായ പ്രകാശ് പള്ളത്ത് അധ്യക്ഷനായി. അധ്യാപകരായ EP ഹരീഷ്, ഗിരീഷ്, അരുൺ, അമർ, റസൂൽ, നിഷ, രേഷ്മ, പവിത്ര എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ പണിതു നൽകിയ വീടിന്റെ താക്കോൽദാനം ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ നിർവഹിച്ചു. 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട വിധവയായ വീട്ടമ്മയുടെയും അവരുടെ 3 പെൺമക്കളുടെയും ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സഹായധനം NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ ഓണക്കോടി വിതരണവും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിനുള്ള വിദ്യാധനവും ചടങ്ങിൽ കൈമാറി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ അധ്യാപകരുടെ നേതൃത്വത്തിൽ നൽകിയ അനുമോദനവും വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. കേരള തനിമയോടുകൂടി അണിഞ്ഞൊരുങ്ങി എത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് മലയാളി മങ്കയെയും മലയാളി മന്നനെയും തിരഞ്ഞെടുത്ത് അവർക്കും ഓണക്കോടി നൽകി. വിഭവ സമൃദ്ധമായ സദ്യയോടുകൂടി പരിപാടികൾക്ക് സമാപനമായി. തൃപ്രയാർ കുന്നുങ്ങൽ ഗ്രൂപ്പിന്റെ ഓണാഘോഷം വൈവിധ്യമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുന്നുങ്ങൽ ഹാളിൽ നടന്ന ചടങ്ങ് കുന്നുങ്ങൽ ഗ്രൂപ്പ് ഡയറക്ടർ സിനിത് കുമാറും ഭാര്യ വീണ സിനിതിനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. രാവിലെ പായസ മത്സരം നടന്നു. വൈവിധ്യമായ പായസങ്ങൾ കൊണ്ട് പുതുമ നിറഞ്ഞതായിരുന്നു പായസ മത്സരം. ഡോക്ടർ ദിനി പ്രേംസാഗർ, അമ്പിളി സതീഷ് എന്നിവർ പായസ മത്സരത്തിന്റെ വിധികർത്താക്കളായി. ഓണപ്പാട്ട്, തിരുവാതിരക്കളി, ഉറിയടി, വടംവലി, വിവിധ കലാപരിപാടികൾ, തുടർന്ന് ഓണസദ്യയും നടന്നു. മാനേജിംഗ് ഡയറക്ടർ അമർ സിംഗ് കുന്നുങ്ങൽ, സീന അമർ സിംഗ്, ജീവനക്കാരായ അൽകേഷ്, രാഗിൽ, രാഗി, അഞ്ജു, നീതു, പ്രജീഷ്, ആൽവിൻ, നിയാല, ദീപ, അഞ്ജലി, സിജി, ബാബു കുന്നുങ്ങൽ, രാജീവ് കുന്നുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഈ ഓണം നമുക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും ലോകം നമുക്ക് തന്നൊരു വലിയൊരു പുണ്യമാണ്. ഈ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമായ ഒഴുക്കിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ചാർജ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ്. തിരുവോണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ലോകത്തിൻ്റെ തൊട്ടാൽ കൂടുതൽ നമുക്ക് തന്നിട്ടുള്ള വലിയൊരു പുണ്യമാണത്. നമ്മളെല്ലാവരും ആഘോഷിക്കുക. നമുക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇന്നത്തെ ഓണം മാറ്റിവെച്ച് നമുക്ക് വേറെ എല്ലാം ശരിയാകുമ്പോൾ ആഘോഷിക്കാൻ ഓണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനി വരുന്ന 2 ദിവസം തിരുവോണത്തിൻ്റെ എല്ലാ ആവേശവും നമുക്ക് എല്ലാവർക്കും വേണം. ഇടവേള. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിനി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ VK സരസ്വതിയെ ആദരിച്ചു. മൂത്തകുന്നം SNM കോളേജ് കായിക വിഭാഗം മേധാവിയായിരുന്ന VK സരസ്വതി
കല, കായിക, സാംസ്കാരിക മേഖലകളിൽ ഇന്നും നിറസാന്നിധ്യമാണ്. കോളേജിൽ ഒട്ടേറെ ദേശീയ, ദേശാന്തര വോളിബോൾ താരങ്ങളെ വളർത്തിയെടുത്ത സരസ്വതി ടീച്ചർ തന്റെ 75-ാം വയസ്സിലും മണപ്പുറത്തെ വോളിബോൾ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. എന്റെ ഗ്രാമം വോളിബോൾ ഗ്രാമം എന്ന കൂട്ടായ്മയിലൂടെ ചേറ്റുവ മുതൽ കോട്ടപ്പുറം വരെയുള്ള എല്ലാ സ്കൂളുകളിലും വോളിബോൾ വളർത്തിക്കൊണ്ടുവന്ന മണപ്പുറത്തിന്റെ പഴയ വോളിബോൾ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സരസ്വതി ടീച്ചർ. ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയത്രിയുമായ AU ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു. ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, ശ്രീനാരായണ വായനശാല സെക്രട്ടറി MM പ്രതാപൻ, ചന്ദ്രാപ്പിനി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ, SN യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു പൊനത്തിൽ, ശ്രീ വോളിബോൾ അക്കാദമി പ്രസിഡന്റ് സുഷജ സുകുമാരൻ, സെക്രട്ടറി ഷാലി രജീഷ്, തിലക് ബാബു മൊണ്ടാമ്പുള്ളി, PC രവി എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ സരസ്വതി എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മകളിലേക്ക് 80 കാലഘട്ടങ്ങളാണ് കടന്നു വരുന്നത്. അന്ന് ഞാൻ SNM മൂത്തകുന്നം ട്രെയിനിങ് കോളേജിൽ പഠനത്തിനായിട്ട് ചെന്നപ്പോൾ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവിടുത്തെ വാർഡനായിരുന്നു സരസ്വതി മാഡം. അന്ന് മുതൽക്കുള്ള പരിചയമാണ്. വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഹോസ്റ്റലിലായാലും അതുപോലെ തന്നെ കോളേജിലെയും കായിക രംഗത്ത് ഒക്കെയുള്ള എല്ലാ സർവ്വ രംഗങ്ങളിലും എവിടെ നോക്കിയാലും മാഡത്തിനെ കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്. ഏത് ഫീൽഡിലായാലും അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലായാലും അധ്യാപകർ തന്നെയാണ്. ആ ഒരു ഫീലിംഗ് ചെറുതല്ല. ഇവിടെ കുറേ അധ്യാപകരെ ഒന്നിച്ച് കണ്ടപ്പോൾ അതും കോളേജിൽ നമ്മുടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഉണ്ട്, ഗിരിജ കൂടാതെ. അപ്പോൾ അധ്യാപകൻ്റെ ഒരു കൂട്ടായ്മയിൽ എങ്ങനെ ആ സ്നേഹം എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്രസ് മൈ താങ്ക്സ് ടു യു ഓൾ. പിന്നെ ഇങ്ങനെ എന്താ പറയുക, മനസ്സ് വെൻ ഹാർട്ട് ഈസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. വാടാനപ്പള്ളി മണ്ഡലം പ്രിയദർശിനി വാട്സ്ആപ്പ് കൂട്ടായ്മ വിപുലമായ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. ഭരണഘടന പ്രതിഫലിക്കുന്ന പൂക്കളമിട്ടുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, വിവിധ നൃത്യങ്ങൾ, ഓണ ഗാനാലാപനം എന്നിവ നടത്തി. കലാപരിപാടികൾക്ക് കലാമണ്ഡലം ശ്രീകല നേതൃത്വം നൽകി. കമ്മിറ്റി ചെയർമാൻ MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കൺവീനർ രഘുനന്ദൻ വാഴപ്പിള്ളി, KPCC അംഗം CI സെബാസ്റ്റ്യൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, DCC സെക്രട്ടറി CM നൌഷാദ്, മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, VC ഷീജ ടീച്ചർ, REA നാസർ, VS പ്രേംകുമാർ, NJ സേവ്യർ, PD ബെന്നി, AMM നൂറുദ്ദീൻ, രാഗനാഥൻ വയക്കാട്ടിൽ, CM രഘുനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. വൈകിട്ട് വടംവലി മത്സരം, മ്യൂസിക് ചെയർ, ഉറിയടി മത്സരം, ലെമൺ സ്പൂൺ വാക്കിംഗ്, സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നിവ ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. കായിക മത്സരങ്ങൾക്ക് വാടാനപ്പള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫാസിൽ, സമീർ ഹംസ, നബിൽ, സുഗന്ധിനി ഗിരീഷ്, സുജാത, ബഷീറ നൂറുദ്ദീൻ, ഹസീന താജുദ്ദീൻ, ഷഫീന ഷബീർ അലി, സനില, അഷ്റഫ് ഖുറൈഷി എന്നിവർ നേതൃത്വം നൽകി. പ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയവുമായി തൃത്തല്ലൂർ വെസ്റ്റ് മദ്രസത്തുൽ മുഹമ്മദിയ നബിദിന സംഗമത്തിന് മദ്രസ പ്രസിഡന്റ് AA മുഹമ്മദ് പതാക ഉയർത്തി. നബിദിന മീലാദ് ഘോഷയാത്രയിൽ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവയുടെ അകമ്പടിയോടെ കുട്ടികൾ അണിനിരന്നു. മദ്രസ സെക്രട്ടറി ജാഫർ മാസ്റ്റർ, ട്രഷറർ AT റഫീഖ്, സ്വാഗത സംഘം ചെയർമാൻ KK അബൂബക്കർ, കൺവീനർ അബ്ദുൾ ജലീൽ അഷ്റഫി, മുഹമ്മദ് നസീം ഫൈസി, AKM ഹനീഫ ഹാജി, TM ഉമ്മർ, അബ്ദുള്ള മോൻ, AA ജാബിർ, അബൂബക്കർ സിദ്ദിഖ് ദാരിമി, മുഹമ്മദ് സ്വാലിഹ് ഫൈസി, PS റിനാസ്, PH ഹാഷിം, മനാഫ് വലിയകത്ത്, AK അബ്ദുറസാഖ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി.
للخلق كلهم مولاي صل كلهم سواك عند حلول للحديث العميم دائما أبدا على حبيبك خير الأنام مولاي صل وسلم വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPI മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ വീടുകളിൽ എത്തി അനുമോദിച്ചു. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ലോക്കൽ കമ്മിറ്റി അംഗം PK മോഹനന്റെ മകൾ ഡോക്ടർ PM അമൃത, B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മണ്ഡലം കമ്മിറ്റി അംഗം സീത ഗണേഷിന്റെ മകൾ നന്ദ ഗണേഷ്, ഫാം ഡി ഇന്റേൺ 5ാം വർഷം ഡിസ്റ്റിങ്ഷനോടെ ഡോക്ടറേറ്റ് നേടിയ ലോക്കൽ കമ്മിറ്റി അംഗം ജിഷ ബാബുവിന്റെ മകൾ ഡോക്ടർ നേഹാഷ് അജു എന്നിവരെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ആദരിച്ചു. PK കൃഷ്ണൻ, VR മനോജ്, സാജൻ മുടവങ്ങാട്ടിൽ, PK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2025 അക്ഷരദീപം പുരസ്കാരം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് ലഭിച്ചു. സെപ്റ്റംബർ 21-ന് കേരള പോലീസ് അക്കാദമിയിൽ നടത്തുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും വലപ്പാട് സേവാഭാരതി പ്രവർത്തകരും ഓണദിനത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ സദ്യയൊരുക്കി. കഴിഞ്ഞ 17 വർഷമായി നിത്യവും വലപ്പാട് ആശുപത്രിയിൽ സ്നേഹസാന്ത്വനം എന്ന പേരിൽ നടത്തുന്ന നിത്യ അന്നദാനത്തിന്റെ ഭാഗമായാണ് വിശേഷാൽ ദിവസങ്ങളിൽ സദ്യ നടത്തുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റഹീന മാവുങ്ങൽ ആദ്യ സദ്യ വിളമ്പി ഉദ്ഘാടനം ചെയ്തു. സേവാകേന്ദ്രം സെക്രട്ടറി ഗിരീഷ് C, NS പ്രജീഷ് ശാന്തി, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് MD, സുധീർ ദാസ്, VJ ഷാലി, ബേബി സരോജം, ഷിജോ AJ, ഷൈൻ പട്ടാലി, അനിൽ P, സജീഷ് KD, സുമേഷ് എരണേഴത്ത്, ഗോകുൽ NV, അഖിൽ KA, ജിജിൻ മച്ചിങ്ങൽ, വിഷ്ണു പവിത്രൻ, നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ലോറൈറ്റ് കാറ്റേഴ്സാണ് ഭക്ഷണം തയ്യാറാക്കി നൽകിയത്. ആശുപത്രി ജീവനക്കാരും രോഗികളും കുടുംബാംഗങ്ങളും സദ്യയിൽ പങ്കുചേർന്നു. എല്ലായിടത്തും മലയാളികളുണ്ട്. ലോകത്തെ എല്ലാ കോണുകളിലും ഉള്ള ഒരു സമൂഹമാണ് മലയാളികൾ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഓണം ആഘോഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദേശീയ ഉത്സവമായിട്ടുള്ള ഈ ഓണ ദിവസം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള മലയാളികൾക്ക് സേവാഭാരതിയുടെയും വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെയൊക്കെ ഓണാശംസകൾ ആദ്യമേ നേരുകയാണ്. വിവേകാനന്ദ സേവാ കേന്ദ്രം കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് വലപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന ആളുകളാണ്. മാറി മാറി ഇവിടെ വരുന്ന ജീവനക്കാരും ഡോക്ടർമാരും അതേപോലെ തന്നെ രോഗികളെല്ലാം തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് മാറുമ്പോഴും വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ ഈ വലപ്പാട് ഗവൺമെൻറ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രവർത്തകരെത്താറുണ്ട്. കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് ഞങ്ങൾ നിരന്തരം വന്നു ചേരുന്ന ഒരിടമാണ് ഈ വലപ്പാട് ഗവൺമെൻറ് ആശുപത്രി. ഇടവേള. മെഗാ ഓണം ഓഫർ ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തിരുവോണ ദിനത്തിൽ തൃപ്രയാർ ശ്രീവത്സം കേറ്ററിംഗിൽ വൻ തിരക്ക്. തിരുവോണ ദിനത്തിൽ ഓണസദ്യയ്ക്കും പായസത്തിനുമായി ശ്രീവത്സം കേറ്ററിംഗിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് ഉണ്ടായിരുന്നത്. ഓർഡർ പ്രകാരം ബുക്ക് ചെയ്തവർക്കും ബുക്ക് ചെയ്യാത്തവർക്കും പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളിലായി ഓണസദ്യയും പായസവും വിതരണം ചെയ്തു. ശ്രീവത്സം കേറ്ററിംഗ് MD MG ശ്രീവത്സന്റെ നേതൃത്വത്തിലാണ് വിവിധതരം കറികൾ അടങ്ങിയ ഓണസദ്യയും വിവിധതരം പായസവും ഒരുക്കിയത്. തൃപ്രയാർ ജലോത്സവം സുവനീർ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടുകൂടി മലയാളികൾ ആഘോഷിക്കുന്ന ഈ ഓണം മലയാളക്കരയിലെ ജാതി, മത, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിർത്തി ആഘോഷിക്കുന്ന ഈ ഓണത്തിൻ്റെ ഭാഗമായി തൃപ്രയാർ ജലോത്സവം ഈ നാടിൻ്റെ ആകെ ഉത്സവമായി മാറുന്ന ഒരു ജലോത്സവമാണ്. അതിഗംഭീരമായി ഈ ജലോത്സവം ഈ ഓണത്തിൻ്റെ ഭാഗമായി നടക്കാൻ കഴിയട്ടെ. പരിശ്രമിക്കുന്ന അതിനെ ഒന്നാക്കി നിർത്തുന്ന ഈ നാട്ടിലെ ജലോത്സവം അതിഗംഭീരമായി നടക്കാൻ ഓണം എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ചടങ്ങിൽ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. K. ദിനേശ് രാജ പുസ്തകം ഏറ്റുവാങ്ങി. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ആൻഡോ തുറയൻ, CS മണികണ്ഠൻ, സിജോ പുലിക്കോട്ടിൽ, ബെന്നി തട്ടിൽ, PC ശശിധരൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മ മുഹബത്തെ റസൂൽ 2025 നസീബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് ബഷീർ അഹ്സനി ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് മുഹസിൻ പള്ളിമുക്ക് അധ്യക്ഷനായി. ഷമീർ നാലകത്ത് ആമുഖ പ്രഭാഷണം നടത്തി. തസ്കിയത്ത് കൂട്ടായ്മയുടെ കുരുന്നുകളുടെ ഫ്ലവർ ഷോയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു. തഖ്വ ദഫ് സംഘം, കാളിയാറോഡ് കുന്നത്തുപള്ളി ദഫ് സംഘം, നൂറുൽ ഹിദായ ആസാദ് നഗർ, ഐനിച്ചോട് ദുൾഫുകാർ സംഘത്തിന്റെ കോൽക്കളി എന്നീ ടീമുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന താളച്ചുവടുകൾ സദസ്സിന് ആവേശമായി. തസ്കിയത്ത് കൂട്ടായ്മ കുരുന്നുകളുടെ ദഫ് പ്രോഗ്രാമും കാണികൾക്ക് ആവേശമായി. പരിപാടിക്ക് ഹബീബ് തങ്ങൾ, ഷാജു, ഷംസു, ഷാസിം, ഷഹഫു, ഹാഷിം, മെഹബൂബ് തങ്ങൾ, സാബിത്ത്, ഷെഫീഖ് തങ്ങൾ, ജുനൈ തങ്ങൾ, റസാഖ്, ഫയു, അൻവർ, ഷജീർ, യൂനു, റാഫി, അഫ്സൽ, അജ്മൽ, നസറു, ഖലീൽ, ഫൈസൽ, ഷാജഹാൻ, മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. എല്ലാ വർഷത്തെ പോലെയല്ല, അന്ത്യപ്രവാചകന്റെ 1500-ാം ജന്മദിനം കൂടിയാണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ എല്ലാവരും മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്തുകൾ വർഷിപ്പിക്കുകയും മദ്ഹുകൾ ആലപിക്കുകയും എല്ലാം വേണം. Make
ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ കത്തിവീശി ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന് വിളിക്കുന്ന ജിനേഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം പുളിഞ്ചോട് സെന്ററിൽ വെച്ച് എടത്തിരുത്തി മേപ്പുറം സ്വദേശി പറശ്ശേരി വീട്ടിൽ വിനീഷ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന സമയത്ത് പ്രതി പണം ആവശ്യപ്പെടുകയും പണം കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ വിനീഷിനെ അസഭ്യം പറയുകയും അരയിലിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കാൻ വന്നപ്പോൾ വിനീഷ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജിനേഷ് വലപ്പാട് കയ്പമംഗലം മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 32 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജു രാധാകൃഷ്ണൻ, SI T അഭിലാഷ്, GSI ജെയ്സൺ, GASI-മാരായ വിപിൻ ദാസ്, സുധീഷ്, ബാബു GS, CPO സുനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിലെ 108 അമ്മമാർക്ക് ഓണസമ്മാനം നൽകി. വലപ്പാട് SHO അനിൽകുമാർ K ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി അംഗം ദേവദാസ് AS, വാർഡ് ഇൻചാർജ് സജിനി മുരളി, ലാൽ ഊണുങ്ങൽ, ശ്യാംലാൽ, തിലകൻ N, ദിനേശൻ പാണപ്പറമ്പിൽ, അനിത കുമാരി, ലത നായരുശ്ശേരി, വിജയകുമാർ NK എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തി നാടെങ്ങും ഓണവും നബിദിനവും ആഘോഷിച്ചു. പ്രതിസന്ധികൾ നീങ്ങി. കണ്ടശാങ്കടവ് ജലോത്സവത്തിന് ചുണ്ടനടക്കം 27 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമണം നടത്തിയ കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.